നിങ്ങൾ ഹാപ്പി അല്ലാത്ത കംഫർട്ടബിൾ അല്ലാത്തൊരു ദാമ്പത്യ ജീവിതത്തിൽ നിന്നും പുറത്തു വരാനോ അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നൊരു ഡിസിഷൻ എടുക്കാനോ പലരെയും പിന്നോട്ട് വലിക്കുന്നത് കുട്ടികൾ എന്നൊരു ചിന്തയാവാം. ശരിയാണ്, പാരൻസിൻ്റെ വഴക്കും സെപ്പറേഷനും ഡിവോഴ്സും ഒക്കെ കുട്ടികളിൽ ഒത്തിരി രീതിയിലുള്ള മാനസികമായിട്ടും ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ചില കുട്ടികൾ അമിതമായിട്ടുള്ള വാശി കാണിക്കാം, ദേഷ്യം കാണിക്കാം, എപ്പോഴും മൂടിയായിട്ടിരിക്കാം, ഇങ്ങനെ പലതും കണ്ടുവരുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് പാരൻസ് കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമേജ് ആണ്. അതായത് അമ്മ അച്ഛൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അച്ഛൻ അമ്മയുടെ മോശവശങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പിരിഞ്ഞതിന് പല റീസൺസ് ഉണ്ടാവാം. മേ ബി നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്ത് റീസൺസും ആവാം അതിന്. എന്തൊക്കെ പറഞ്ഞാലും കുട്ടിയിൽ ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുത്തിവെക്കുന്നതിലൂടെ കുഞ്ഞിൻ്റെ ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ചേഞ്ചസ് വരും. മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കുക രണ്ടുപേരും മ്യൂച്വലി എടുത്ത് നല്ലൊരു തീരുമാനമാണെന്ന്. അതുപോലെ തന്നെ അവൻ എപ്പോൾ വേണമെങ്കിലും അവൻ്റെ അച്ഛനെയോ അമ്മയോ ഫ്രീ ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാനും കാണാനും ഒക്കെ ഉള്ളൊരു ഫുൾ സ്പേസ് അവന് കൊടുക്കുക. ഒരു കള്ളത്തരോ അല്ലെങ്കിൽ ഒരു കുറ്റോ ചെയ്യുന്ന രീതിയിലേക്ക് കുഞ്ഞിനെ തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. സോ നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിൻ്റെ ബയോളജിക്കൽ പാരൻസ് ആണ്. അപ്പം ആഫ്റ്റർ ഡിവോഴ്സ് കുഞ്ഞിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കുഞ്ഞിൻ്റെ പാരൻസ് പരസ്പരം നൽകുന്ന റെസ്പെക്റ്റ് ആണ്.